ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുച്ചൻ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞാ. അത് മോളെ, എനിക്ക് വിഷ്ണുച്ചനെ കാണണം. എനിക്ക് വിഷ്ണുച്ചനെ കാണണം. എനിക്ക് വിഷ്ണുച്ചനെ കാണണം. എനിക്ക് വിഷ്ണുച്ചനെ കാണണമെന്ന്. വിഷ്ണുച്ചനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞില്ലേ? നിർത്ത്. എനിക്ക് വിഷ്ണുച്ചനെ കാണണം. എവിടെ എന്റെ വിഷ്ണുച്ചൻ? എവിടെ എന്റെ വിഷ്ണുച്ചൻ? എവിടെ എന്റെ വിഷ്ണുച്ചൻ? അത് മോളെ, മോള് പറയുന്നൊന്ന് കേൾക്ക്. വിഷ്ണുച്ചനെ വിളിക്ക്. വിഷ്ണുച്ചനെ വിളിക്ക്. വിഷ്ണുച്ചനെ വിളിക്ക്. അച്ഛാ, വിഷ്ണുച്ചൻ എവിടെയാ? മോളെ, വിഷ്ണു അച്ഛൻ ഇപ്പൊ വരും. മോള് പറയുന്ന അനുസരിക്ക്. മോള് വാ. വാ മോളെ. എണീക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താ ഏട്ടാ? എവിടെയോ കേട്ടുമറന്നൊരു ശബ്ദം പോലെ. ഡോക്ടറെ കാണിക്കാൻ ഏതൊരു കൊച്ചിനെ കൊണ്ടുപോകുന്നതാ. ആ കുട്ടി എവിടെയുള്ളതാണെന്ന് ഒന്ന് തിരക്കണം. എന്താ പറ്റിയെന്നും. അതിന്റെ കരച്ചിൽ കേട്ടിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ആരെയോ ഒരാളെ തിരക്കുന്നുണ്ടല്ലോ. ആ, ഏറ്റവും അടുത്ത ആരെങ്കിലും ആയിരിക്കും. അത് ആരാണെന്ന് നീ ഒന്ന് തിരക്കണം. അത് നമ്മുടെ ആരോ ആണെന്നൊരു തോന്നല്. ആദ്യം സ്കാനിങ് നടക്കട്ടെ, എന്നിട്ട് ഞാൻ തിരക്കാം. ഏട്ടൻ അവിടെ കിടന്നേ. പോകാം. എവിടെ എന്റെ വിഷ്ണുച്ചൻ? എനിക്ക് വിഷ്ണുച്ചനെ കാണണമെന്ന്. എടാ, ശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ പറഞ്ഞ പ്രകാരം കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും. അതിനു മുമ്പ് അവൻ മരിക്കണം. ശിവൻ സംഹാരമൂർത്തി എന്നല്ല പറയുന്നേ. സംഹാരമൂർത്തിയെ ഭസ്മമാക്കാൻ കഴിവുള്ള ഭസ്മാസുരനെ തന്നെ നമ്മൾ അവന് നേരെ ഇറക്കും. ഡിസ്ചാർജ് ചെയ്ത് അവൻ വീടെത്തരുത്. എടാ, എന്തിന് ഡിസ്ചാർജ് ചെയ്യിക്കുന്നു? അവനെ ഹോസ്പിറ്റലിൽ ഇട്ട് തന്നെ തീർക്കണം. ജീവൻ പോകാൻ ഇതിലും നല്ലൊരു അന്തരീക്ഷം വേറെ കിട്ടാനുണ്ടോടാ? ആലോചിച്ചോണ്ട് നിൽക്കാതെ പണിക്കുറ്റം തീർക്കടാ ഡേവിസേ. വിഷ്ണുച്ചനെ വിളിക്ക്. അച്ഛാ, വിഷ്ണുച്ചൻ എവിടെയാ? ചായ വാങ്ങിക്കണോ? വേണ്ട. എന്നാ ഞാൻ മെഡിസിൻ വാങ്ങിച്ചോണ്ട് വരാം. ശരി. ചന്ദ്രേ, ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു. ഓ, ആ കുട്ടിയുടെ കാര്യം. അതിന് പനി കൂടിയതാ. ന്യൂമോണിയ ആണോന്ന് സംശയിക്കുന്നുണ്ട്. പാവം. അതിന്റെ കരച്ചിൽ കേട്ടിട്ട് വല്ലാത്തൊരു ഫീല്. അതാ ഞാൻ നിന്നോട് തിരക്കാൻ പറഞ്ഞെ. നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരു കുട്ടിയെ പോലെ തോന്നുന്നു. അതിന്റെ കരച്ചിലിപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അതൊക്കെ ശിവേടിന് വെറുതെ തോന്നുന്നതാ. നമ്മുടെ പരിചയത്തിലുള്ള ഫാമിലി ഒന്നും അല്ല. കൂടെയുള്ളത് അതിന്റെ അച്ഛനും അമ്മയോ. പിന്നെന്താ എനിക്ക് അങ്ങനെ തോന്നിയേ? ശിവേട്ടനല്ലെങ്കിലും കുട്ടികളെ വലിയ ഇഷ്ടമല്ലേ? ഈ കുട്ടിയാണെങ്കിൽ വന്നപ്പോ മുതൽ ആരെയോ വിളിച്ച് കരയുന്നുണ്ട്. എന്തായാലും കൂടെയുള്ള അച്ഛനെയും അമ്മയൊന്നും അല്ല, മറ്റൊരു പേരാ പറയുന്നത്.